കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം പലരും കണ്ടിരിക്കും. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ വയനാട്ടിലെ മഹാദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നാണ്. പിന്നീടാണ് പ്രധാനമന്ത്രി, അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി വിളിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് അത്ര സ്നേഹമുള്ള ആളൊന്നുമല്ല പിണറായി വിജയൻ. രാഷ്ട്രീയമായിട്ട് ബദ്ധവൈരിയാണ്. അദ്ദേഹവും ഈ പപ്പു വിളികളൊന്നുമില്ലെങ്കിലും പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം വയനാട് ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴൊക്കെ അങ്ങനെ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ഒത്തിരി സഹായം വാഗ്ദാനം ചെയ്തു. പക്ഷെ പിന്നീട് ചിലരൊക്കെ അതിൽ നിന്ന് പിന്മാറിയെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല ചെയ്തത്. സഹോദരി പ്രിയങ്കയ്ക്കൊപ്പം 2 ദിവസം അവർ വയനാടിനെ ചേർത്ത് പിടിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. 10 കോടി രൂപയാണ് കർണാടക സർക്കാർ നമുക്ക് ദുരിത സഹായമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് 100 വീടുകൾ വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KPCCക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടാണ് പോയിരിക്കുന്നത് വേണ്ട സഹായങ്ങൾ ചെയ്യാം. അത് ഈ 100 കോടിക്ക് പുറമേ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടത്. ഈ തോതിൽ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയായി, ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ BJPയിലെ ചില ചെറുകിട കീടങ്ങൾ, താഴേക്കിടയിലുള്ളവർ ഇപ്പോഴും പഴയ അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവത്തിൽ കാണുമ്പോൾ കൗതുകമാണ് തോന്നുന്നത്. കങ്കണ റൗട്ട് എന്ന് പറയുന്ന ഒരു നടി, ഹിന്ദി നടിയാണ്. അവർ BJP സ്ഥാനാർത്ഥിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഷെയർ ചെയ്തു, മോർഫ് ചെയ്ത ചിത്രം, ഒരു പരിഹാസ്യമായ ചിത്രം. അതിൽ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം തൊപ്പി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നെറ്റിയിലൊരു തിലകക്കുറിയുണ്ട്, കഴുത്തിലെ ചരടിൽ ഒരു കുരിശുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ വേണ്ടി മോർഫ് ചെയ്തുണ്ടാക്കിയ ഒരു ചിത്രമാണ് എന്ന് ആർക്കും വ്യക്തമാകുന്ന ഒരു പടം അവർ ഷെയർ ചെയ്തിരിക്കുക. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. പക്ഷെ നമ്മുടെ ഒരു MP ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീ തന്നെ അതിനു മുമ്പ് ഒരാക്ഷേപം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, ലോക്സഭയിലെ BJPക്കാർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ, അത് കണ്ടിട്ടാവണം അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ന് മദ്യപിച്ചിട്ടാണ് പാർലമെൻറ്റിൽ വരുന്നതെന്ന്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നു എന്നുള്ളത്. ഈ കങ്കണ റൗട്ട് എന്ന് പറയുന്ന നടി, ഈ സ്ത്രീ, അവരിപ്പോൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ സ്മൃതി ഇറാനി ഇല്ലാത്തതിൻ്റെ കേട് തീർക്കുക. ഓർമ്മയില്ലേ സ്മൃതി ഇറാനിയെ? രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ചൊല്ലും ചൊലവും കൊടുത്ത് ലോക്സഭയിൽ കൊണ്ടുവന്നതാണ്. അമേഠിയിൽ നിന്ന് വൻതോതിൽ പണം ചെലവഴിച്ച് ജയിപ്പിച്ചു കൊണ്ടുവന്നതാണ്, മന്ത്രിയാക്കി. അവരുടെ പ്രധാന ജോലി വളരെ തരംതാണ ഭാഷയിൽ പോലും രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക, അപമാനിക്കുക എന്നുള്ളതായിരുന്നു. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ആ ഒരു ഒഴിവ് നികത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കങ്കണ റൗട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത്. ഇവരെ പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു ചിത്രം, ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ കവിളിൽ അടിയേറ്റ് ചെമന്ന തിണർത്ത പാടുകളുമായി നിൽക്കുന്ന ഈ ഹിന്ദി ചലച്ചിത്ര നടിയെയാണ്. അവർ അതിനു മുമ്പ് ഹരിയാനയിലെ കർഷകരെക്കുറിച്ച്, പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി. അപ്പോൾ അവിടെ ചണ്ഡീഗഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു CISFൻ്റെ കോൺസ്റ്റബിൾ, ഒരു പെൺകുട്ടി, ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. അവർ കരണത്തോരെണ്ണം പൊട്ടിച്ചു. അതിൻ്റെ പാടാണ് ഞാൻ ഈ പറഞ്ഞ മനസ്സിലെ ചിത്രത്തിൽ കങ്കണ റൗട്ടിൻ്റെ കവളത്ത് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള കങ്കണ റൗട്ടുമാരെ കാത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നല്ല മസിലുറപ്പുള്ള, ആത്മാഭിമാനമുള്ള ആളുകളുടെ കൈകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്.